അൻസാരികളായ ചിലർ ഹബീബായ തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് പരാതി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇത്ര കാലം കൃഷി നടത്തിയിരുന്ന ഒട്ടകമുണ്ടല്ലോ, അതിപ്പോൾ വിസമ്മതിക്കുകയാണ് നബിയേ. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോകും നബിയേ. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് നൽകണം യാ റസൂലല്ലാഹ്. ഇത് കേട്ടപ്പോൾ പ്രജകളുടെ പരാതി തീർക്കാൻ ഇറങ്ങിയ ഭരണാധിയെ പോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റു. ഒട്ടകത്തെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് അവർക്കൊപ്പം നീങ്ങി. ഒട്ടകത്തിനടുത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പേപ്പട്ടിയെ പോലെ അത് അങ്ങേ ആക്രമിക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു നബിയേ. ഹബീബായ തങ്ങൾ പറയുകയാണ്, അതെനിക്ക് പ്രശ്നമല്ല. ആയിരങ്ങളുടെ ശക്തിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധീരതയോടെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മുഖം കാണേണ്ട താമസം. ഒട്ടകൊട്ടയിരു മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തു. ചുറ്റും കൂടുന്ന ജനസഞ്ചാരത്തിന്റെ ഹൃദയാന്തരങ്ങൾ കൂടി തെറിച്ചുപോയി. ഒട്ടകത്തിനു വന്നുപെട്ട ഭ്രാന്ത് മാറി പൂർവാധികം സൽസ്വഭാവം കൈവന്നു. അജ്ഞാനവർത്തിയായ അടിമയെപ്പോലെ ആർക്കു മുമ്പിലും വഴങ്ങി കൊടുക്കാൻ തുടങ്ങി. ആകാംക്ഷയോടെ ജനങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവിവേകിയായി ഒട്ടകം അങ്ങേക്ക് സുജൂദ് ചെയ്തുവല്ലോ. എന്നാൽ വിവേകികളായ ഞങ്ങൾക്കല്ലേ അതിന് ഏറ്റവും ബന്ധപ്പെട്ടു കൊടുക്കുന്നത്. മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു.